ഹലോ അസ്സാം വലൈക്കും ഓൾ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബട്ടൺ ഹോൾ ബാർ സ്റ്റിച്ച് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഫ്രീ ഫാഷൻ ഡിസൈനിങ് കോഴ്സിലെ 31ാമത്തെ ക്ലാസ്സാണ് ഇന്ന് നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത്. എംബ്രോയ്ഡറി ക്ലാസ് ആണ് കേട്ടോ ഇതുവരെ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ 30ഓളം എംബ്രോയ്ഡറി ക്ലാസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ബട്ടൺ ഹോൾ ബാർ സ്റ്റിച്ച് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു ലൈന് വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ നമ്മളൊരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ്. സൂചി മുകളിൽ നിന്ന് കുത്തിയെടുത്തതിന് ശേഷം ഒരു നിശ്ചിത അകലത്തിൽ സൂചി കുത്തി ഇറക്കുകയാണ് ചെയ്തത്. ആ ഇറക്കിയ പോയിന്റിൽ നിന്ന് തന്നെ തൊട്ട് മുകളിലായിട്ട് നമ്മൾ പിന്നെയും സൂചി മുകളിലേക്ക് കുത്തിയെടുത്തു. അതിനുശേഷം ആദ്യം സ്റ്റാർട്ടിങ് ചെയ്തില്ലേ ആ പോയിന്റ് അവിടെ ഒന്നും കൂടെ കൊണ്ടുപോയിട്ട് കുത്തി ഇറക്കുകയാണ് ചെയ്ത്. അപ്പോൾ നമ്മൾ നോർമലായിട്ടുള്ള 2 സ്റ്റിച്ച് അതിലിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. ഇനി എങ്ങനെയാണ് ബട്ടൺ ഹോൾ ബാർ സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ നമ്മൾ ബാർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബട്ടൺ ഹോൾ സ്റ്റിച്ച് ഉണ്ടല്ലോ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അതിനായിട്ട് സൂചി മുകളിൽ നിന്ന് കുത്തിയെടുത്തതിന് ശേഷം ഈ ത്രെഡിൻ്റെയും അതുപോലെ ക്ലോത്തിൻ്റെയും ഇടയിലൂടെ നമ്മൾ സൂചി എടുക്കുകയാട്ടോ ചെയ്യുന്നത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, വീഡിയോ ശ്രദ്ധിച്ച് കാണാം. ത്രെഡിൻ്റെയും അതുപോലെ ക്ലോത്തിൻ്റെ ഇടയിലൂടെ സൂചി എടുത്തതിന് ശേഷം ത്രെഡ് ഒന്നിങ്ങനെ വലിച്ചിട്ട് സൈഡിലേക്കായി കൊടുക്കട്ടോ വേണ്ടത്. അപ്പോൾ അവിടെ ഒരു കെട്ട് പോലെ നമുക്ക് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ ബട്ടൺ ഹോൾ ബാർ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഒന്നും കൂടെ നോക്കാം. അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ നീഡിൽ വലിച്ചെടുക്കാനോട്ടോ ചെയ്യേണ്ടത്. വലിച്ചെടുക്കുന്ന ടൈമിൽ മറ്റേ ത്രെഡ് അടിയിലാവാൻ ശ്രദ്ധിക്കണം. ഇങ്ങനെയാണ് ബട്ടൺ ഹോൾ ബാർ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതന്നെ ഇനി നമുക്കിത് ഫുള്ളായിട്ട് ഈ ബാറിൽ ഫുള്ളായിട്ട് ചെയ്തെടുക്കുക കേട്ടോ വേണ്ടത്. അപ്പോൾ ഈ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതൊരു ഫില്ലിങ് സ്റ്റിച്ചാണ്. അപ്പോൾ ഈ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ബുള്ളിയൻ നോട്ട് ചെയ്തതിൻ്റെ ലുക്കൊക്കെ കിട്ടും. ബുള്ളിയൻ നോട്ട് ചെയ്തതും ഇതൊക്കെ നല്ല ഭംഗിയുള്ള സ്റ്റിച്ചുകൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുപോലെ നമ്മൾ ചെയ്തെടുക്കുന്ന ഒരു സ്റ്റിച്ചാണ് ഈ ബട്ടൺ ഹോൾ ബാർ സ്റ്റിച്ച് എന്നുള്ളത്. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു സ്റ്റിച്ചാണ്. ഫ്ലവറൊക്കെ ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. നമ്മൾ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യാം കേട്ടോ. എന്നാലാണ് ഞാനിടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് എത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രീ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ക്ലാസ്സാണ് ഇതിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി വിചാരിക്കുന്നത്. എംബ്രോയ്ഡറി ക്ലാസ്സാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ആരി വർക്കും ബീഡ്സ് വർക്കും സ്റ്റിച്ചിങ്ങും ഒക്കെ ഇൻഷാ അല്ലാഹ് ഓരോന്നായിട്ട് ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് അത്യാവശ്യമാണ് കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിയിലോ ആർക്കെങ്കിലും ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ കേട്ടോ. കാരണം അവരും കൂടെ പഠിച്ചോട്ടെ. ഫ്രീ ആയിട്ടാണല്ലോ ക്ലാസ്സുകളൊക്കെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പും കൂടെ ഉണ്ട്. ഫ്രീ ആയിട്ട് ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് എല്ലാവർക്കും അതിൽ ജോയിൻ ചെയ്യാം കേട്ടോ. ഞാനിതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടിടാം കേട്ടോ. അപ്പോൾ ഒരു സ്റ്റിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം കേട്ടോ. ഇതിൻ്റെ ബാക്കിൽ നമ്മൾ ആകെ സ്റ്റാർട്ടിങ് പോയിൻറ്റും അതുപോലെ എൻഡിങ് പോയിൻറ്റും മാത്രമേ ഇവിടെ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ത്രെഡിൽ കെട്ടിടാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നമ്മൾ ക്ലോത്തിലാണ് കേട്ടോ കെട്ടിട്ടിട്ടുള്ളത്. മുൻവശത്തേക്ക് കാണാത്ത വിധത്തിൽ നമ്മൾ ക്ലോത്തിലാണ് കെട്ടിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇത് ഫ്ലവർ ചെയ്യാൻ നല്ല ഭംഗി ഉണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് മോട്ടിഫിൽ ബട്ടൺ ഹോൾ ബാർ സ്റ്റിച്ച് ചെയ്യാമെന്നും കൂടെ നോക്കാം കേട്ടോ.
ഞാനിതാ സ്റ്റിച്ച് ബോർഡിൽ തന്നെ 2 ബട്ടൺ ഹോൾ ബാർ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഒന്നുകൂടെ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം ഇനി ഇതിൽ നമുക്ക് കെട്ടിട്ടിട്ട് എങ്ങനെയാണ് മോട്ടിഫിൽ ചെയ്തെടുക്കാൻ നോക്കാം കേട്ടോ. മോട്ടിഫിൽ ഇതാ ഞാൻ ആദ്യം കുറച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ബട്ടൺ ഹോൾ ബാർ സ്റ്റിച്ച് ഫ്ലവർ ആക്കിയാൽ ഉണ്ടാവുക. അപ്പോൾ നല്ല ഭംഗിയുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ നോക്കാം കേട്ടോ. നമ്മൾ നേരത്തെ സ്റ്റിച്ച് ബോർഡിൽ ചെയ്തത് ഒരു നോർമൽ സ്റ്റിച്ച് ഇട്ടിട്ട് ബാർ ഉണ്ടാക്കിയിട്ടാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ലേസി ഡേസി സ്റ്റിച്ച് ഉണ്ടല്ലോ, നമ്മൾ ആ ഫ്ലവറിൻ്റെ രൂപത്തിൽ ചെയ്യുന്ന സ്റ്റിച്ച് ഉണ്ടല്ലോ, അത് ആ സ്റ്റിച്ച് വെച്ചിട്ട് നമ്മൾ ബാർ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ബട്ടൺ ഹോൾ ബാർ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ അതാ ഈ ലേസി ഡേസി സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ വരച്ചെടുക്കൊന്നും വേണ്ട കേട്ടോ. നമുക്കിതാ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം. ആദ്യം ഇതാ ഞാനൊരു പെറ്റൽ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ നേരെ അപ്പുറത്തായിട്ട് നമ്മൾ ഒന്നും കൂടി ചെയ്തെടുക്കാം. വീഡിയോയിൽ കാണുന്നത് പോലെ നിങ്ങൾ ലീഫൊക്കെ ചെയ്തിട്ട് ലേസി ഡേസി സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവാൻ വേണ്ടി കഴിയും കേട്ടോ. കാരണം നിങ്ങളിത് വരച്ചെടുത്തിട്ട് ടൈം കളയൊന്നും വേണ്ട. കാരണം ഭയങ്കര ഈസി ആയിട്ടുള്ളതാണല്ലോ ഈ ലേസി ഡേസി സ്റ്റിച്ച്. അതുപോലെ തന്നെ കാണാൻ നല്ല ഭംഗിയുള്ളതാണ്. അപ്പോൾ ഇതിലാണ് നമ്മൾ ബട്ടൺ ഹോൾ ബാർ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ എങ്ങനെയെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. ഇതാ ലേസി ഡേസി സ്റ്റിച്ച് ഞാൻ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ബാർ റെഡി ആയിട്ടോ. ഇനി നമുക്ക് എങ്ങനെയാണ് ബട്ടൺ ഹോൾ ബാർ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നോക്കാം. അതിനായിട്ട് ഇതാ ഞാൻ വേറൊരു കളർ ത്രെഡാണ് ഇത് എടുത്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് നേരത്തിൽ മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വേറൊരു കളർ ത്രെഡ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ത്രെഡ് എടുത്താൽ ഈ ഇപ്പോൾ നമ്മൾ അടിയിൽ കൊടുത്തതൊരു റോസ് അല്ലെങ്കിൽ ത്രെഡാണ്. ആ ത്രെഡ് കാണുന്നില്ല കേട്ടോ. അപ്പോൾ ഇതാ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക. ഒരു ഇതളിൻ്റെ 2 ബാർ പോലെ കേട്ടോ നമ്മൾ എടുക്കുന്നത്. ഒരു ഇതളിന് 2 ബാറുള്ള രീതിയിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നേരത്തെ നമ്മൾ ഒന്ന് പോലെയാണല്ലോ കാണിച്ചത്. ഇതങ്ങനെയല്ല, ഒരു ഇതളിന് 2 ബാർ, 2 സൈഡിലുള്ള ഓരോ ലൈനുകളും അങ്ങനെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്കിങ്ങനെ ബാർ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. കുറച്ച് ടൈം എടുത്തിട്ട് ചെയ്യേണ്ട സ്റ്റിച്ചാണ്, നല്ല ഭംഗിയുള്ള സ്റ്റിച്ചുമാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഫുള്ളായിട്ട് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം കേട്ടോ നമുക്ക്.
ഇതാ ഇവിടെ നമ്മൾ 2 ഇതൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഫ്ലവറിൻ്റെ 2 ഇതൾ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ളതൊക്കെ എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം കേട്ടോ. വീഡിയോ ലാഗ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം എങ്ങനെയാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് നോക്കാം. ഈ ഡിസൈൻ ഫുള്ളായിട്ട് ചെയ്ത് വന്നപ്പോൾ ഞാൻ 6 ഫ്ലവറാണ് ഇതിൽ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ 3 നമ്മൾ സാധാ ബാറിട്ടിട്ട് ലേസി സ്റ്റിച്ച് ബാറിട്ടിട്ട് നമ്മൾ ചെയ്തെടുത്തതാണ് കേട്ടോ ആദ്യത്തെ സ്റ്റിച്ച് വന്നിട്ടുള്ളത്. പിന്നെ അതിൽ 2 മുട്ടുകൾ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അത് രണ്ടും ഒന്ന് ബട്ടൺ ഹോൾ ബാർ സ്റ്റിച്ച് കൊണ്ട് ചെയ്ത് തന്നെയാണ്, ഒന്ന് ലേസി സ്റ്റിച്ചാണ് കേട്ടോ. പിന്നെ നമ്മൾ അതിൻ്റെ തണ്ടുകൾക്ക് കൊടുത്തിട്ടുള്ളത് സ്റ്റെം സ്റ്റിച്ചാണ് കേട്ടോ. അപ്പോൾ 3 ത്രെഡിൽ നമ്മൾ സ്റ്റെം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതിൻ്റെ തണ്ടിൽ. പിന്നെ എല്ലാ ഫ്ലവറിന് സെൻറ്ററിലായിട്ട് നമ്മൾ ഫ്രഞ്ച് നോട്ടും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അല്ലാ.